ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അമ്മയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നെ എല്ലാ പ്രോഗ്രാമിനും കൊണ്ടു നടക്കുന്ന അമ്മയുടെ ഇന്നത്തെ പേഴ്സണൽ അസിസ്റ്റൻറ്റും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. ചൂരൽമല ദുരന്തത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫോക്ക് ഡാൻസിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഐ ഓ ഹർ ഫോർ എവറിത്തിങ് ദാറ്റ് ഷീ ഡസ്. ഈ ബിസി ഷെഡ്യൂളിനിടയ്ക്കും ഹെൽത്ത് ഇഷ്യൂസിനിടയ്ക്കുമൊക്കെ ദ വേ ഷീ ഫൈൻഡ്സ് ടൈം ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫുൾഫില്ലിങ് ഹർ ഡ്രീംസ് വൺ ബൈ വൺ ഈസ് റിയലി ഇൻസ്പിറേഷണൽ. അത് കഴിഞ്ഞ് ഞാനും അമ്മയും അമ്മുമ്മയും കൂടി നമ്മുടെ കൊല്ലം ആശ്രാമ മൈതാനത്തുള്ള വണ്ടർഫോൾസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. റീൽസിലും ന്യൂസിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഇത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. 199 റുപ്പീസാണ് പെർ പേഴ്സൺ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇപ്പോഴല്ല, ഒരു 6 o'clock ശേഷം ലൈറ്റും മ്യൂസിക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് കാണാൻ രസമെന്ന്. ആ സമയം കൊണ്ട് ഞങ്ങൾ അതിനകത്തുള്ള ബേർഡ്സും സ്നേക്സും ഒക്കെ ഉള്ളൊരു എക്സിബിഷൻ കാണാനായിട്ട് പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ ബേർഡ്സും ഈ പറഞ്ഞ ഈ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട്. കുറേ പിക്ചർ പെർഫെക്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ മത്സ്യകന്യകയും മത്സ്യകന്യകനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളി ഇങ്ങനെ കുറേ ഹാർട്ടും ഉമ്മയൊക്കെ തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും മത്സ്യകന്യക, അയ്യോ ഹർ ഫ്ലെക്സിബിലിറ്റി സോ നൈസ്, പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ എനിക്കും അമ്മയ്ക്കും ഒക്കെ ലവും ഉമ്മയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് അമ്മുമ്മ ഒട്ടും വിട്ടില്ല. അമ്മുമ്മയും പോയി കൊടുത്തൊരു ഉമ്മ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് കുറേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലാം പോയി ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ ഉള്ള പോലെ തന്നെ കുറേ ആക്ടിവിറ്റീസും റൈഡ്സും ഫുഡ് സ്പോർട്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ടോയ് ഷോപ്സ്, സ്വീറ്റ് ഷോപ്സ്, അങ്ങനെ ഷോപ്പിങ്ങിന് പറ്റിയ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ പാവയും പൊക്കി കുറച്ച് കുഞ്ഞ് കളിച്ച് ഞങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭരണി ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വാട്ടർഫോൾസിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും എന്തേ വണ്ടർഫോൾസ് ഫുള്ള് പാട്ടും ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ കുറച്ച് എൻ്റർടൈനായിട്ട് അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ഒട്ടും വിട്ടില്ല. അമ്മമ്മയെ കയറ്റി കുറേ ഡാൻസൊക്കെ കളിപ്പിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിറക്കി. അതിനുശേഷം ഞാനും അമ്മയും കൂടി ആയാലും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെയുണ്ടെന്ന് അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. കണ്ടില്ലേ, അമ്മയ്ക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ അവിടെ സ്കൈ ഡൈനിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫ്ലോറിലിറങ്ങി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വീട് കിട്ടുന്ന എല്ലാ അവസരങ്ങളും എൻജോയ് ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ ഞങ്ങളും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഡാൻസും പാട്ടൊക്കെ കളിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.